നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന അജയ്യനായ നേതാവിനെ നേരിടാൻ പ്രതിപക്ഷം പതറുന്നു എന്ന ആരോപണം നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റതോടെ ഈ ചിത്രത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ശക്തനായ ഭരണാധികാരി എന്ന പ്രതിച്ഛായയെ കൃത്യമായി വസ്തുതകൾ നിരത്തി ചോദ്യം ചെയ്യുന്ന സതീശന്റെ ശൈലി പിണറായി വിജയനെ അസ്വസ്ഥനാക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇന്ന് സജീവമായിരിക്കുന്നു. പിണറായി വിജയന്റെ പ്രസംഗ ശൈലി പൊതുവെ വികാര നിർഭരമോ അല്ലെങ്കിൽ ആജ്ഞാന സ്വഭാവമുള്ളതോ ആണ്. എന്നാൽ വി.ഡി. സതീശൻ നിയമസഭയിലും പുറത്തും സ്വീകരിക്കുന്ന രീതി തികച്ചും വ്യത്യസ്തവും. ഓരോ വിഷയത്തിലും കൃത്യമായ ഹോംവർക്ക് നടത്തി രേഖകൾ സഹിതം അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പലപ്പോഴും മുഖ്യമന്ത്രി പ്രയാസപ്പെടാറുണ്ട്. ഈ ഡാറ്റ അധിഷ്ഠിത രാഷ്ട്രീയം മുഖ്യമന്ത്രിയുടെ പ്രതിരോധത്തെ ദുർബലമാകുന്നു. മുൻകാലങ്ങളിൽ പ്രതിപക്ഷ നേതാക്കളുടെ വിമർശനങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന രീതിയായിരുന്നു പിണറായിയുടേത്. എന്നാൽ സതീശന്റെ വിമർശനങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി പലപ്പോഴും പ്രകോപിതനാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അല്ലെ? പുഞ്ചിരിയോടെയുള്ള പരിഹാസത്തിന് പകരം രൂക്ഷമായ മറുപടികളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സതീശൻ ഉയർത്തുന്ന സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് വിലയിരുത്തപ്പെട്ടു. AI ക്യാമറ, ഫോൺ, മാസപ്പടി വിവാദം തുടങ്ങിയ വിഷയങ്ങളിൽ സതീശൻ പുലർത്തിയ കൃത്യത പിണറായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നതിലുപരി ഭരണപരമായ വീഴ്ചകൾ അക്കമിട്ട് നിരത്താൻ സതീശന് സാധിക്കുന്നുണ്ട്. ഇത് സർക്കാരിന്റെ സുതാര്യതയെ ജനമധ്യത്തിൽ പോലും ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിച്ചു. അതോടൊപ്പം UDF-നുള്ളിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനും സതീശന് സാധിച്ചിട്ടുണ്ട്. ഘടക കക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരുകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു സുശക്തമായ പ്രതിപക്ഷം എന്നത് ഏതൊരു ഭരണാധികാരിയെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിന് മുന്നിൽ പതറാത്ത ഒരു ബദൽ വ്യക്തിത്വമായി സതീശൻ വളരുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണല്ലേ? രാഷ്ട്രീയം എന്നത് അടവുകളുടെയും പ്രതിരോധങ്ങളുടെയും കളിയാണ്. പിണറായി വിജയൻ എന്ന മുതിർന്ന നേതാവിനെ സതീശൻ പേടിപ്പിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ ശൈലിയെ കൃത്യമായി പഠിച്ച് അതിനെ മറികടക്കാൻ സതീശന് സാധിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ മാറ്റം കേരളത്തിലെ ജനാധിപത്യത്തെ കൂടുതൽ സംവാദാത്മകമാക്കുന്നു എന്നത് തർക്കമില്ലാത്ത വസ്തുതയും. കേരള രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ചർച്ചാ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ തന്നെയാണ്. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെ നേരിടാൻ വി.ഡി. സതീശൻ സ്വീകരിക്കുന്ന രീതികൾ ഭരണപക്ഷത്തെ കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ധാർഷ്ട്യമോ ഏകാധിപത്യമോ കലരാത്ത തികച്ചും ജനാധിപത്യപരമായ ശൈലിയാണ് സതീശനെ വ്യത്യസ്തനാക്കുന്നത്. അനാവശ്യമായ ബഹളങ്ങൾക്കോ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കോ മുതിരാതെ ഭരണകൂടത്തെ പൊള്ളിക്കുന്ന മൂർച്ചയുള്ള ചോദ്യങ്ങൾ ഉയർത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആയുധവും. ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള പഠനം നടത്തി നിയമസഭയിൽ വസ്തുതകൾ നിരത്തി അദ്ദേഹം സംസാരിക്കുമ്പോൾ പലപ്പോഴും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ലാതെയാണ് വരുന്നത്. അഴിമതി ആരോപണങ്ങളിലും നയപരമായ വീഴ്ചകളിലും വി.ഡി. സതീശൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അധികാരത്തിന്റെ ഹുങ്കോ അമിതമായ ആത്മവിശ്വാസമോ അല്ല, മറിച്ച് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമാണ് ആ ചോദ്യങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ സാധാരണക്കാരുടെ ഇടയിൽ സതീശൻ എന്ന നേതാവിനുള്ള സ്വാധീനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്ത മുഖ്യമന്ത്രി പോലും സതീശനാണെന്ന് ആളുകൾ പറയുന്നു. പിണറായി വിജയന്റെ ശൈലി പലപ്പോഴും അധികാര കേന്ദ്രീകൃതവും ആജ്ഞാന സ്വഭാവമുള്ളതുമാണെന്ന് വിമർശിക്കപ്പെടുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സൗമ്യവുമായ സമീപനമാണ് സതീശൻ സ്വീകരിച്ചത്. UDF മുന്നണിയിലെ ഘടക കക്ഷികളെയും സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരെയും ഒരുപോലെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഒരു ഏകാധിപതിയുടെ രീതിയല്ല, മറിച്ച് ഒരു ടീം ലീഡറുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹം നിർവഹിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്കൻ എന്ന പ്രതിച്ഛായയെ നേരിടാൻ സതീശൻ ഉപയോഗിക്കുന്നത് തന്റെ ഭൗതികമായ കരുത്തും ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയും തന്നെയാണ്. അധികാരത്തിന്റെ ഗർവില്ലാതെ സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവിന് മാത്രമേ ജനവികാരം ഭരണാധികാരികളുടെ മുന്നിൽ ധീരമായി അവതരിപ്പിക്കാൻ കഴിയൂ എന്ന് സതീശൻ തെളിയിച്ചു കഴിഞ്ഞു. ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരി എന്ന നിലയിൽ നിന്ന് പിണറായി വിജയനെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് വി.ഡി. സതീശൻ എന്ന രാഷ്ട്രീയക്കാരന്റെ വിജയം പോലും. വരും കാല കേരള രാഷ്ട്രീയത്തിൽ ഈ പോരാട്ടം ജനാധിപത്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. പറവൂർ മണ്ഡലത്തിൽ പ്രളയകാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പുനർജനി പോലുള്ള പദ്ധതികൾ സതീശന്റെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. സർക്കാർ സംവിധാനങ്ങൾക്കായി കാത്തു നിൽക്കാതെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ അതിജീവന പ്രവർത്തനങ്ങൾ
അദ്ദേഹത്തിന്റെ ജനകീയ മുഖത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി. വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതിലൂടെ നവോത്ഥാന മൂല്യങ്ങൾ വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലാണ് വേണ്ടതെന്ന് അദ്ദേഹം തെളിയിച്ചു. ഇത് ഇടതുപക്ഷം ഉയർത്തുന്ന നവോത്ഥാന വാദങ്ങൾക്ക് വലിയൊരു വെല്ലുവിളി തന്നെ തീർത്തിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് ഓരോ മന്ത്രിമാരെയും ഭരണപരമായ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി പ്രതിരോധിക്കുന്ന അദ്ദേഹത്തിന്റെ പാർലമെന്ററി മികവ് ഏറെ ശ്രദ്ധേയമാണ്. അനാവശ്യമായ ബഹളങ്ങൾ ഒഴിവാക്കി യുക്തിഭദ്രമായി സംസാരിക്കുന്ന സതീശന്റെ രീതി യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഒരു മോഡേൺ പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിലും പൊതുവേദികളിലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ലഭിക്കുന്ന പിന്തുണ പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ഭരണശൈലിക്ക് ജനങ്ങൾ കാണുന്ന ബദൽ തന്നെയാണ്. ഏകാധിപത്യപരമായ ശൈലിയിൽ നിന്ന് മാറി എല്ലാവരെയും ഒരുപോലെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു ടീം ലീഡറുടെ ഉത്തരവാദിത്തമാണ് സതീശൻ നിർവഹിക്കുന്നത്. മുന്നണിക്കുള്ളിലെ ഐക്യവും പാർട്ടിയിലെ പുത്തനുണർവും അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിന്റെ ഫലമാണ്. മുഖ്യമന്ത്രിയുടെ പരുക്കൻ ശൈലിക്ക് മുന്നിൽ സൗമ്യവും എന്നാൽ ദൃഢവുമായ നിലപാടുകളുമായി സതീശൻ നിൽക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു ദിശാബോധമായി മാറുകയാണ്. സാധാരണക്കാരന്റെ ഹൃദയമിടിപ്പ് തിരിച്ചറിയുന്ന ഈ നേതാവ് ഭരണകൂടത്തിനുയർത്തുന്ന വെല്ലുവിളികൾ വരും കാലത്ത് കൂടുതൽ പ്രസക്തമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. അതേസമയത്ത് തന്നെ കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തായി ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട നേതാവായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാറിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ വേട്ടയാടലുകൾക്ക് പിന്നിൽ അദ്ദേഹത്തോടുള്ള ഭയമാണോ അതോ രാഷ്ട്രീയമായ വിയോജിപ്പാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന ജനസ്വാധീനം തന്നെയാണ് ഉത്തരമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിന് ഭൗതികമായും രാഷ്ട്രീയമായും ഒരു ബദലായി സതീശൻ വളരുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയുകയും വേണം. വി ഡി സതീശൻ എന്ന നേതാവിനെ രാഷ്ട്രീയമായി നേരിടാൻ പ്രയാസപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും അപകീർത്തിപ്പെടുത്താൻ CPM സൈബർ പോരാളികൾ കിണഞ്ഞു പരിശ്രമിക്കാറുണ്ട്. നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയെ വസ്തുതകൾ കൊണ്ട് മുനയൊടിക്കുന്ന സതീശനെ നേരിടാൻ കഴിയാത്തതിന്റെ ജാള്യത പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ ആസൂത്രിതമായ ആക്രമണങ്ങളായി പുറത്തു വരുന്നു. പുനർജനി പോലുള്ള ജനക്ഷേമ പദ്ധതികളെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി പരിഹസിക്കാനും നടത്തുന്ന നീക്കങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കൊന്നും അദ്ദേഹത്തിന്റെ ജനസ്വാധീനത്തെ തകർക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി ഏറ്റെടുക്കുന്ന സതീശന്റെ ശൈലി ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടുന്നത്. പിണറായി വിജയന്റെ അപ്രാപ്യമായ ഭരണശൈലിയിൽ നിന്ന് മാറി ആർക്കും സമീപിക്കാവുന്ന ആരെയും കേൾക്കാൻ തയ്യാറായുള്ള ഒരു ജനകീയ നേതാവായി സതീശൻ മാറുന്നത് CPM-ന്റെ കോട്ടകളിൽ പോലും വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഇതൊക്കെ. അഴിമതിക്കെതിരെയും സ്വജന പക്ഷപാതത്തിനുമെതിരെയും അദ്ദേഹം ഉയർത്തുന്ന ഓരോ ചോദ്യവും സർക്കാരിനെ പൊള്ളിക്കുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് പകരം അദ്ദേഹത്തെ വ്യക്തിപരമായി തകർക്കാൻ നോക്കുന്നത് രാഷ്ട്രീയമായ പാപ്പരത്തമാണ്. ഒരു നേതാവിനെ തകർക്കാൻ സൈബർ ഇടങ്ങൾ ഉപയോഗിക്കുന്നവർ കാണാതെ പോകുന്നത് സതീശന്റെ പിന്നിൽ അണിനിരക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെയാണ്. ഏകാധിപത്യപരമായ രീതികളോട് സന്ധിയില്ലാതെ പോരാടുന്ന വി ഡി സതീശൻ കേരളത്തിന്റെ വരുംകാല രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണി തന്നെയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.